ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. താൻ വരുമ്പോൾ ഞാനും പോകുമേ, ഉള്ളിൽ പ്രത്യാശയുള്ളവർ. താൻ വരുമ്പോൾ ഞാനും പോകുമേ, ഉള്ളിൽ പ്രത്യാശയുള്ളവർ. രാപ്പകൽ നാം വിശ്രമമെന്നേ, രാപ്പകൽ നാം വിശ്രമമെന്നേ. താലന്തു വ്യാപാരം ചെയ്യാം, താലന്തു വ്യാപാരം ചെയ്യാം. ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ, കാന്തനെ കണ്ടിടാനായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ, കാന്തനെ കണ്ടിടാനായി. കണ്ണുനീരവൻ തുടയ്ക്കുമേ, കണ്ണുനീരവൻ തുടയ്ക്കുമേ. തൻ കോമള കരങ്ങളാൽ, തൻ കോമള കരങ്ങളാൽ. ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ, കാന്തനെ കണ്ടിടാനായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ, കാന്തനെ കണ്ടിടാനായി. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സത്യവേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് ധ്യാനത്തിനായിട്ട് വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? ജ്ഞാനിയായവൻ തനിക്ക് തന്നെ ഉപകരിക്കുകയുള്ളൂ. മനുഷ്യൻ ഈ ജന്മം കഴിഞ്ഞാൽ, ഈ ജന്മത്ത് സൗഭാഗ്യകരമായ അനുഭവത്തോടെ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും അവൻ ഇനിയും ഒരു ജന്മം കിട്ടും. ആ ജന്മത്തും നന്നായി ജീവിച്ചില്ലെങ്കിൽ അവന് പിന്നീടൊരു ജന്മം കിട്ടും എന്നെല്ലാമുള്ള വിശ്വാസം വളരെയേറെ പ്രബലമായിട്ട് പല സമൂഹങ്ങളിലുമുണ്ട്. സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന അനുഗ്രഹീതനായൊരു ദൈവദാസൻ, ഒരു മിഷണറി ആയിരുന്നല്ലോ അദ്ദേഹം ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കയ്യിൽ കിട്ടിയതായ ഒരു ജീവിതം നന്നാക്കിയില്ല എങ്കിൽ, അത് സമാധാനത്തോടെ ജീവിച്ച് സമാധാനത്തോടെ അവസാനിപ്പിക്കാൻ മനുഷ്യന് കഴിയുന്നില്ലെങ്കിൽ, ഇനി ഒരു ജീവിതവും കൂടെ കിട്ടിയാൽ അത് നന്നാകുമെന്നുള്ളതിന് എന്താണ് ഉറപ്പുള്ളത്? ഇനി പല ജീവിതവും കൊടുത്താൽ മനുഷ്യനത് നന്നാക്കിയെടുക്കുമെന്നുള്ളതിന് എന്താണ് അതിനൊരു ഉറപ്പുള്ളത്? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ടതാണത്. ഈ ഒരു ജീവിതം നമുക്ക് ദൈവത്തിന് പ്രയോജനമുള്ളവനായി, നമ്മുടെ ഭവനത്തിന് പ്രയോജനമുള്ളവനായി, സമൂഹത്തിന് പ്രയോജനമുള്ളവനായി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഇനി അടുത്തൊരു ജന്മം കിട്ടിയാലും അത് ആകുമെന്നുള്ളതിന് എന്താണൊരു ഉറപ്പുള്ളത്? അതുകൊണ്ടാണ് തിരുവചനം ഈ ചോദ്യം ചോദിക്കുന്നു. ഇയ്യോബിനെക്കുറിച്ച് ഇയ്യോബിൻ്റെ സ്നേഹിതനായ എലീഫസ് പറയുന്ന ഒരു വാക്യമാണത്. പ്രയോജനപ്പെടുകയില്ല, ഇയ്യോബിൻ്റെ ജീവിതം പ്രയോജനപ്പെടുന്നതല്ല എന്നാണ് അദ്ദേഹം ആ വാക്യത്തിലൂടെ വ്യംഗ്യാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രയോജനപ്പെടുന്നത്. എപ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രയോജനമുള്ളതായിത്തീരുന്നത്? വേദപുസ്തകത്തിൽ നല്ല പാണ്ഡിത്യം, തിയോളജിയിൽ നല്ല പാണ്ഡിത്യം, നല്ല കഴിവ്, തൊട്ടതെല്ലാം പൊന്നാക്കാനുള്ള കഴിവുള്ള ധാരാളം മനുഷ്യരുണ്ട്.
വിശ്വാസികളിൽ തന്നെ അതിനെല്ലാമുള്ള പാടവമുള്ള ധാരാളം കഴിവുള്ള മനുഷ്യരുണ്ട്, താലന്തുകളുള്ള മനുഷ്യരുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതം ദൈവത്തിന് പ്രയോജനമുള്ളതാകണമെങ്കിൽ അവൻ്റെ തിയോളജി പാണ്ഡിത്യമോ വേദപുസ്തകത്തിലെ പാണ്ഡിത്യമോ അവൻ്റെ കഴിവോ മികവോ ഒന്നും കൊണ്ട് അത് സാധിക്കുന്നുമില്ല. അത് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് തിരുവചനം നമ്മളെ ഓർപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ശാന്തമായിട്ട് ആ കാര്യമൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കാം. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ജീവനുള്ള ദൈവം ദാവീദിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: ദാവീദ് എനിക്ക് പ്രയോജനമുള്ളവനായി തീരും, അവൻ എൻ്റെ ഇഷ്ടം എല്ലാം ചെയ്യും. വാട്ട് ഗോഡ് ഇൻറ്റൻസ് എബൌട്ട് ഹിം, അവനെക്കുറിച്ച് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അവനത് ചെയ്തിരിക്കും. അതാണ് ദൈവം ദാവീദിനെക്കുറിച്ച് പറയുന്നതായ സാക്ഷ്യം. കുരുത്തിരിപ്പിക്കുന്ന ഒരു സാക്ഷ്യമാണത്. സാക്ഷിക്കുന്നത് മനുഷ്യരാരുമല്ല, അവൻ്റെ മേലുദ്യോഗസ്ഥനല്ല, അവൻ്റെ പിതാവല്ല, അവൻ്റെ ചാർച്ചക്കാരാരുമല്ല. സ്വർഗത്തിലെ നിത്യപരിശുദ്ധനായ ദൈവം, വിശുദ്ധനായ ദൈവം ദാവീദിനെക്കുറിച്ച് പറയുകയാണ്: ഞാൻ അവനെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അവനത് ചെയ്തിരിക്കും. ഒരാശ്വാസപുത്രനായിരിക്കും. എനിക്ക് ആശ്വാസം തരുന്ന ഒരു മകനായിരിക്കും ദാവീദ് എന്ന് ദൈവം തന്നെ അവനെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. നമുക്ക് ദാവീദിൻ്റെ ഒരു ആദ്യകാല അനുഭവം നമുക്കൊന്ന് വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചു നോക്കാം. 2 ശമൂവേൽ 7:11. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും, അത്രയുമല്ല യഹോവ നിനക്ക് ഒരു ഗ്രഹമുണ്ടാക്കും എന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. ദാവീദിനോട് ദൈവം അറിയിക്കുകയാണ്. ദാവീദിൻ്റെ നല്ല ആഗ്രഹത്തോടുകൂടെ ദാവീദ് പ്രാർത്ഥിക്കുന്നു, സമർപ്പണമെടുക്കുന്നു. അത് അറിയിച്ചുകൊണ്ട് പ്രവാചകൻ ദാവീദിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ദൈവം വെള്ളപ്പാട് കൊടുത്തതായിട്ട് ദാവീദിന് കിട്ടുന്ന മറുപടിയാണ്: ജീവനുള്ള ദൈവം നിനക്ക് ഒരു ഗ്രഹം തന്നെ തരും. മാത്രമല്ല, ഒന്നുകൂടെ നമുക്ക് വായിച്ചു കേൾക്കാം ആ വാക്യം. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും, അത്രയുമല്ല യഹോവ നിനക്ക് ഒരു ഗ്രഹമുണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. ദാവീദിൻ്റെ ആന്തരികവും ബാഹ്യവുമായ ശത്രുക്കളെ അടക്കി അവനൊരു സ്വസ്ഥത നൽകും, അവനൊരു സമാധാനമുള്ള ഗ്രഹവും കൊടുക്കും, ഒരു നല്ല തലമുറയെയും കൊടുക്കുമെന്ന് ദൈവം ദാവീദിനോട് അരുളി ചെയ്യുകയാണ്. അപ്പോൾ ദൈവത്തിനൊരു ഉറപ്പുണ്ട്, ദാവീദ് തൻ്റെ ഹിതം ചെയ്യുന്നവനായിരിക്കുമെന്ന്. ആ ഉറപ്പ് ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് ദൈവം പറയുന്നത്: നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, മാത്രമല്ല നിനക്കെതിരായിട്ടുള്ളതായ ശത്രുക്കളെ ഞാൻ മാറ്റിയിരിക്കും. ദാവീദിന് തിരിച്ച് ദൈവത്തോട് കൊടുക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ദാവീദ് ഈ അനുഗ്രഹത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമുക്ക് 18-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിലിരുന്ന് പറഞ്ഞത് എന്തെന്നാൽ: കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? കർത്താവായ യഹോവേ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യഹോവേ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. ദാവീദ് അനുഗ്രഹത്തിന് ദാവീദ് അർഹനാണ്, ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ ദാവീദിൻ്റെ പ്രതികരണമാണ് നാം പഠിക്കേണ്ടത്. അനുകരിക്കേണ്ടതായ ഒരു പ്രതികരണമാണത്. അനേക ദൈവമക്കൾക്ക് ഇല്ലാത്തതായ ഒരു പ്രതികരണമാണത്. വിദ്യാഭ്യാസം കൊണ്ടോ കഴിവുകൊണ്ടോ മറ്റേതെങ്കിലും പ്രത്യേക ഒരു അഭിഷേകം കൊണ്ടോ ഒന്നും ലഭിക്കുന്ന ഒരു പ്രതികരണമല്ലാതെ, അത്രമാത്രം ഞാൻ അർഹനല്ല, ഞാൻ എന്തുള്ളൂ, ഞാൻ ഈ അനുഗ്രഹത്തിനൊന്നും അർഹതയുള്ളവനല്ല, എനിക്ക് വ്യക്തിപരമായ അനുഗ്രഹത്തിനോ നല്ലൊരു തലമുറയെക്കുറിച്ചുള്ളതായ അനുഗ്രഹത്തിനോ ഞാൻ അർഹതയുള്ളവനല്ല എന്നുള്ളതായ ആ എളിമപ്പെടലാണ് അവിടെ ഉണ്ടാകുന്നത്. ദൈവം അനുഗ്രഹിക്കും തോറും ദാവീദ് താണുകൊണ്ടിരിക്കുന്നു. ദൈവം ഉയർത്തും തോറും ദാവീദ് തന്നെത്താൻ താഴ്ത്തുന്നവനായിരിക്കുന്നു. ദൈവം ദാവീദിനെക്കുറിച്ച്
എത്രമാത്രം കരുതുന്നുവോ ദാവീദ് അത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. ശ്രേഷ്ഠമായൊരു അനുഭവമല്ലേ? അനേക ദൈവമക്കളിൽ കാണാത്തത്. ദൈവം ഉയർത്തുമ്പോൾ തന്നെത്താൻ ഉയർന്നവരെയാണ് നാം കൂടെ കാണുന്നത്. ദൈവം അനുഗ്രഹം കൊടുക്കുമ്പോൾ എനിക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടി എന്ന് എനിക്ക് യോഗ്യതയുണ്ട്, അതുകൊണ്ട് എനിക്ക് അനുഗ്രഹം കിട്ടി എന്ന് പറയുന്നവരെയാണ് നാം കാണുന്നത്. ഇവിടെ ദാവീദിൽ നാം കാണുന്നത് എനിക്ക് അർഹതയില്ല എന്ന് പറയുന്നവനാണ്. എനിക്ക് യോഗ്യതയില്ല, എനിക്ക് അർഹതയില്ല, അതിന് തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. പക്ഷേ ഒന്നുമില്ലാത്ത എന്നെ ദൈവം പിന്നെയും പിന്നെയും അനുഗ്രഹിക്കുന്നു. എനിക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ച്, തലമുറയെക്കുറിച്ച് ദൈവം വാഗ്ദത്തങ്ങൾ തരുന്നു. ഞാൻ എന്തുള്ളൂ? അതാണ് ദാവീദിൻ്റെ മനോഭാവം. ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ദാവീദ് നിഗളവെന്ന് പറയുന്നത് ദാവീദിനെ തൊട്ടിട്ടില്ല. അങ്ങനെയൊരു സ്വഭാവം ദാവീദിൻ്റെ രക്തത്തിലില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു നിഗളം. ഒരു സമയത്ത് ദാവീദ് ജനത്തെ ഒന്ന് എണ്ണി നോക്കി. ഭയങ്കരമായ ശിക്ഷ ദാവീദിന് കിട്ടുകയും ചെയ്തു. സ്വതവേ ദാവീദ് നിഗളമില്ലാത്ത ഒരു മനുഷ്യനാണ്. രണ്ടാമത് ദാവീദ് സ്വന്തം ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനാണ്. സ്വന്തം ഇഷ്ടം, എവിടെയെല്ലാം ദാവീദ് സ്വന്തം ഇഷ്ടം പ്രാവർത്തികമാക്കാൻ നോക്കിയിട്ടുണ്ടോ ആ ചെറിയ ആരംഭത്തിൽ തന്നെ ദാവീദിന് തക്ക തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സ്വന്തമായ രാജ്യഭരണത്തെ സംബന്ധിച്ചോ ദാവീദ് സ്വന്തമായി പ്ലാൻ ചെയ്ത് ഒന്നും ചെയ്യുന്നവനായിരുന്നില്ല. ദാവീദ് ആരെയും വെല്ലുവിളിക്കുന്നവനായിരുന്നില്ല. ദാവീദ് വെല്ലുവിളിക്കുന്നവനായിരുന്നില്ല. ഇന്ന് ദൈവമക്കളെന്ന് പറയപ്പെടുന്നവരിലും നാം സാധാരണക്കാരിലെല്ലാം കാണുന്ന തെറ്റായ പ്രവണതകളാണ് മറ്റുള്ളവരെ വെല്ലുവിളിക്കുക. എനിക്കെന്തോ കഴിവുണ്ട്, എനിക്കെന്തോ സാമർഥ്യമുണ്ട്, എൻ്റെ മേലെന്തോ ദൈവാനുഗ്രഹമുണ്ട്, അതുകൊണ്ട് എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതായ ഒരു വെല്ലുവിളിക്കുന്ന പ്രകൃതം അത് ദാവീദിലില്ല. രണ്ടാമത്, വെല്ലുവിളിച്ചാൽ ദാവീദ് അതിൽ പതറിപ്പോവുകയുമില്ല. ഗോലിയാത്തിൻ്റെ വെല്ലുവിളി കേട്ട് ശൗൽ രാജാവ് ഉൾപ്പെടെ സഹോദരന്മാർ പതറിപ്പോയപ്പോൾ ദാവീദ് അല്പം പോലും പതറാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് ദാവീദിൻ്റെ സവിശേഷത. പിന്നെയും നമുക്ക് കാണാം ദാവീദിൻ്റെ സവിശേഷത. ദാവീദ് ശാസന ഇഷ്ടപ്പെടുന്ന മനുഷ്യനായിരുന്നു. കറക്ഷൻ ആക്സെപ്റ്റബിളാണ്. കറക്ഷന് ഈൽഡ് ചെയ്യുന്ന മനുഷ്യനായിരുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവുള്ള പ്രവാചകന്മാർ, ആത്മാവുള്ള ദൈവമക്കൾ ദാവീദിനെ കറക്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ദാവീദ് കറക്ഷന് തയ്യാറായി എന്നാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ദാവീദിൻ്റെ സവിശേഷത പിന്നെയും നമുക്ക് ധാരാളം വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാനായിട്ട് സാധിക്കും. തൻ്റെ മക്കളെ ശരിയായിട്ട് ഉപദേശിക്കുന്നവനായിരുന്നു ദാവീദ്. മക്കളെ ആത്മീയമായിട്ട് ഉപദേശിക്കുകയും മക്കൾ ആത്മീയമായി വളരണമെന്ന് അതിദാഹമുള്ള ഒരപ്പനായിരുന്നു ദാവീദ് രാജാവ്. അതൊക്കെ ഈ കാലത്തും എക്കാലത്തും ആത്മീയരായ പല മാതാപിതാക്കന്മാരിലും കാണാത്ത സവിശേഷ സ്വഭാവങ്ങളാണതൊക്കെ. ദാവീദിൻ്റെ കാലം വരെ ദാവീദിന് കുറേയേറെ അത് സാധിച്ചു. പക്ഷേ ദാവീദ് പരാജയപ്പെട്ടിട്ടുണ്ട്. എക്കാലത്തും എല്ലാ അപ്പന്മാരും പരാജയപ്പെട്ടിട്ടുള്ള ആ പരാജയം ദാവീദിനും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദാവീദ് ഒരാളെയെങ്കിലും, തൻ്റെ മക്കളിൽ ഒരാളെയെങ്കിലും ആ ആത്മീയ രംഗത്ത് ചുവടുറപ്പിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം. അതായിരുന്നു ശലോമോൻ. ദാവീദിൻ്റെ മരണം വരെയും ശലോമോൻ്റെ ജീവിതത്തിൽ ആ ആത്മീയ ശക്തിയും ആ ആത്മീയ താല്പര്യവും ആ ആത്മീയ ദാഹവും നമുക്ക് പ്രകടമായി കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു അനുഗ്രഹമല്ലേ അത്? എല്ലാ മക്കളും ഒരുപോലെ വിവേകമുള്ളവരല്ലല്ലോ. പക്ഷേ ഒരു മകനെയെങ്കിലും ജീവനുള്ള ദൈവത്തിന് പ്രയോജനമുള്ളവനാക്കാനായിട്ട് ദാവീദിന് സാധിച്ചു. അതിൻ്റെ ഫലം ദാവീദ് ദൈവത്തിന് പ്രയോജനമുള്ളവനായി, ദാവീദ് ദൈവത്തിന് ഉപകാരമുള്ളവനായി. അപ്പോൾ നാം ദൈവത്തിന് ഉപകാരമുള്ളവരാകണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനായിരിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നാം വിധേയപ്പെട്ട് ആ താല്പര്യത്തോടുകൂടെ ജീവിക്കുന്നവന് മാത്രമേ ദൈവത്തിന് പ്രയോജനമുള്ളവനാകാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്, ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തി എങ്ങനെയുള്ളവനായിരിക്കും?
ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 9-ഉം 10-ഉം വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം. തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവിൻ. അവിടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കർത്താവ് അതിനെ തുടർന്ന് അവരെ പഠിപ്പിക്കുകയാണ്. അവരിൽ ഒരാൾ ഒരു വീട്ടിലെ ഒരു ജോലിക്കാരൻ, ജോലിക്കാരൻ, ഒരു കമ്പനിയിലോ വീട്ടിലെയോ ജോലിക്കാരൻ. ആ ജോലിക്കാരൻ അവൻ്റെ ജോലി ചെയ്ത് വരുമ്പോൾ ഉടമസ്ഥൻ ദൂരെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടമസ്ഥൻ വന്നു. അപ്പോൾ ജോലിക്കാരൻ ജോലി ചെയ്തതുകൊണ്ട് ഉടമസ്ഥൻ അവനോട് നീ പോയി വിശ്രമിച്ചോ എന്നല്ല പറയുക. നീ അധ്വാനിച്ച് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട് അത് എന്നെ ശുശ്രൂഷിക്ക് എന്ന് മാത്രമേ ഒരു യജമാനൻ പറയുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നാം അതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? നീ എന്നെ ദൈവത്തെ ശുശ്രൂഷിക്കുക, നീ ദൈവത്തിൻ്റെ വേല ചെയ്യുക, നീ വിശ്വസ്തയോടെ അധ്വാനിക്കുക, നീ ദൈവം കൽപ്പിച്ചത് ചെയ്തു കൊടുക്കുക. മറിച്ച് എന്നിട്ട് നീ തന്നെത്താനെ പറയണം, ഞാൻ ജോലി ചെയ്തതുകൊണ്ട്, ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്തതുകൊണ്ട്, ഞാൻ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തതുകൊണ്ട് ഐ ആം നോട്ട് എ ഫേവറേറ്റ് ഓഫ് ഗോഡ്. അതുകൊണ്ട് മാത്രം ദൈവത്തിൻ്റെ ഒരു മുഖപക്ഷത്തിനോ അതോ ഒരു അനുഗ്രഹത്തിനോ ഞാൻ അർഹതയുള്ളവനാണെന്ന് ഒരു കാലത്തും ചിന്തിക്കരുത്. എനിക്ക് അർഹതയുണ്ട് എന്ന് ഒരു കാലത്തും ചിന്തിക്കരുത്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണത്. അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ദൈവമക്കളിലുള്ള വിശ്വസ്തത എന്ന് പറയുന്നത് അതാണ് അർത്ഥം. ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു, ജീവനുള്ള ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. അതിനെ ശുശ്രൂഷയാകട്ടെ, ദേവാലയത്തിലെ ശുശ്രൂഷയാകട്ടെ, സാമ്പത്തികമായി ദേവാലയെ സഹായിക്കുന്നതാകട്ടെ, ഏതുമാകട്ടെ അത് ഞാൻ ചെയ്യുന്നു. പക്ഷേ എൻ്റെ എലിജിബിലിറ്റി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ദൈവത്തെ സേവിക്കുന്നു. അതുകൊണ്ട് ഞാൻ അനുഗ്രഹത്തിന് പാത്രീഭൂതനാണ്, ഞാൻ അനുഗ്രഹത്തിന് അർഹതയുള്ളവനാണ്. ദൈവം എനിക്ക് തന്നേ പറ്റൂ. കാരണം ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്തവനാണ്, ഞാൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞവനാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി പല ശുശ്രൂഷകൾ ചെയ്തവനാണ്. അതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചേ പറ്റുമെന്നുള്ളതായ ആ മനോഭാവം ഒരു കാലത്തും ദൈവമക്കളിലുണ്ടാകാൻ പാടില്ല. നിങ്ങൾ ദൈവത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ എപ്പോഴും വേണ്ടത് ആ എളിമയാണ്. അതിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാം, 10-ാമത്തെ വാക്യം. അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവിൻ. പ്രിയപ്പെട്ടവരെ, സവിശേഷമായൊരു അനുഗ്രഹത്തിനൊന്നും ഞാൻ യോഗ്യനല്ല. ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ദൈവം അവസരം തന്നതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകതയൊന്നും എനിക്കില്ല. എനിക്ക് പ്രത്യേക ഒരു സവിശേഷതയില്ല. എനിക്ക് എന്തെങ്കിലും സാധിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം കഴിഞ്ഞതാണ്. അതിനൊരു പ്രത്യേക അനുഗ്രഹത്തിന് ഞാൻ അർഹതയുള്ളവനല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, എന്തെല്ലാം കഴിവുകളാണ് ദൈവം നമുക്ക് തരുന്നത്. ഒരു അഡ്മിനിസ്ട്രേഷനുള്ള കഴിവ് തരുന്നു, ഒരു കൂട്ടായ്മയിലോ ഒരു സഭയിലോ ഒരു സംഘടനയിലോ ആത്മീയ സംഘടനയിലോ എല്ലാം പ്രവർത്തിക്കുവാനും നടത്തുവാനുമുള്ള കഴിവ് ദൈവം തരുന്നു. മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് തരുന്നത്, എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നു. നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കുക, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം തരുന്നു. സമാധാനമുള്ള ഒരു കുടുംബ അന്തരീക്ഷം, സൗമ്യതയുള്ള ഒരു ഭാര്യ, കാര്യപ്രാപ്തിയുള്ള ഒരു ഭർത്താവ്, മിടുക്കരായ മക്കൾ, അനുസരണമുള്ള മക്കൾ, ഇങ്ങനെയുള്ളതായ നന്മകളെല്ലാം നാം അനുഭവിക്കുന്നു. വൈ? എന്തുകൊണ്ടത് അനുഭവിക്കുന്നു? നമ്മുടെ കഴിവുകൊണ്ടാണോ? നമ്മുടെ യോഗ്യത കൊണ്ടാണോ? എല്ലാവരെക്കാളും ഞാൻ നല്ലവനായതുകൊണ്ടാണോ? എല്ലാവരെക്കാളും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും എനിക്ക് തന്നത് ഞാൻ എല്ലാവരെക്കാളും നല്ലവനായിട്ടാണോ? ദൈവമക്കളെ, ആ മനോഭാവമുള്ളവർക്ക് ഒരിക്കലും ദൈവത്തിന് പ്രയോജനമുള്ളവനാകാൻ സാധിക്കില്ല. അവിടെയാണ് ശുശ്രൂഷകന്മാർ പരാജയപ്പെടുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ താളന്ത് പ്രാപിച്ച ദൈവമക്കൾ പരാജയപ്പെടുന്നത്. അവിടെയാണ് അഭിഷേകം പോലും ഉള്ളവർ പരാജയപ്പെടുന്നത്. ഞാൻ അർഹനാണെന്നുള്ളതായ ആ മനോഭാവം കൊണ്ടാണ്. അനേകരുടെ കുടുംബജീവിതം തകരുന്നത് അതുകൊണ്ടാണ്.
എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യയെ ഞാൻ നല്ലൊരു ഭർത്താവാണ്, അതുകൊണ്ട് നല്ലൊരു ഭാര്യയെ കിട്ടാൻ എനിക്ക് അർഹതയുണ്ട്. ഞാൻ സാമർഥ്യമുള്ളൊരു സ്ത്രീയാണ്, അതുകൊണ്ട് എനിക്ക് നല്ല ഭർത്താവിനെ കിട്ടാൻ അർഹതയുണ്ട്. ഇതിനേക്കാൾ നല്ല വീട്ടിൽ പാർക്കാൻ എനിക്ക് അർഹതയുണ്ട്. ഈ മനോഭാവത്തോടുകൂടെ കുടുംബജീവിതം നയിക്കുന്നവർക്ക്, കാര്യങ്ങൾ അന്യോന്യം കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആ മനോഭാവത്തിൽ കാണുന്നവർക്ക് ഒരിക്കലും ഒരു ഭവനത്തിന് പ്രയോജനമുള്ളവരാകാൻ കഴിയില്ല. ഭർത്താവിന് പ്രയോജനപ്പെടുകയില്ല, ഭാര്യയ്ക്ക് പ്രയോജനപ്പെടുകയില്ല, ആർക്കും പ്രയോജനപ്പെടുകയില്ല. ഒരു ജോലിക്കാരൻ തന്നെ അവൻ്റെ യജമാനൻ്റെ മുമ്പിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾ പോലും അവൻ മിടുക്കനായിരിക്കും, കഴിവുള്ളവനായിരിക്കും. പക്ഷേ എൻ്റെ കഴിവും മിടുക്കും എല്ലാം കൊണ്ടാണ് എല്ലാം നടക്കുന്നത് എന്നുള്ളതായ ആ മനോഭാവം വരുമ്പോൾ തീർച്ചയായും ആ വ്യക്തിത്വത്തിൽ പുഴുക്കുത്തു വീഴുകയുള്ളൂ. ആ കുടുംബജീവിതത്തിൽ സമാധാനം കുറഞ്ഞു പോവുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഭാവം എന്താണ്? നോട്ട് മൈ എബിലിറ്റി, എൻ്റെ ഒരു കഴിവുകൊണ്ടല്ല, ഞാനൊരു ദൈവത്തിൻ്റെ വേലക്കാരനായതുകൊണ്ടല്ല, ഞാൻ ദൈവത്തിൻ്റെ ഒരു ഫേവറേറ്റ് ഒന്നുമല്ല. അവിടെയെല്ലാമാണ് നമ്മൾ അനേക രംഗത്ത് പരാജയപ്പെടുന്നു. ദൈവത്തോടു കൂടെ നടന്ന് ആത്മീയ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നും ഞാൻ ദൈവത്തിൻ്റെ ഒരു ഫേവറേറ്റ് ആണെന്ന്. അവിടെ നമുക്ക് അഹങ്കാരം വരും, നിഗളം വരും. ദാവീദിനെ പോലെ വിനയപ്പെടാനായിട്ട് സാധിക്കാതെ വരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ എളിമയുണ്ടോ? ദൈവമേ, ഇത്രത്തോളം നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് ഒരു ഭാര്യയ്ക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇത്രത്തോളം ഒരു ഡിമാൻഡിങ് നേച്ചറില്ലാത്ത ഒരു ഭാര്യയെ എനിക്ക് ലഭിച്ചല്ലോ എന്ന് ഭർത്താവിന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാത്ത നല്ല മക്കളെ ദൈവം തന്നല്ലോ, ദൈവമേ എൻ്റെ കഴിവുകൊണ്ടല്ലല്ലോ, എൻ്റെ ഏതെങ്കിലും സാമർഥ്യം കൊണ്ടല്ലല്ലോ, ഞാൻ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തിട്ട് കിട്ടിയതല്ലല്ലോ, ദൈവവേലയ്ക്ക് പ്രതിഫലമായി കിട്ടിയതല്ലല്ലോ, ഞാൻ എൻ്റെ സ്വഭാവം വെച്ച് ഇതിനൊന്നും യോഗ്യതയുള്ളവനല്ല, എൻ്റെ മനസ്സ് വെച്ച്, എൻ്റെ മനോഭാവം വെച്ച്, എൻ്റെ കഴിഞ്ഞകാല ജീവിതം വെച്ച് ഇതിനൊന്നും ഞാൻ യോഗ്യതയുള്ളവനല്ല. പക്ഷേ ദൈവം എനിക്ക് എല്ലാം കൃപയാൽ തന്നതാണ്. അവിടെയാണ് ആ വിശ്വസ്തത. ദൈവം എന്നെ അനുഗ്രഹിച്ചതിലുള്ളതായ ആ താഴുവാനുള്ള ആ വിശ്വസ്തത, അവർ ദൈവത്തിന് പ്രയോജനമുള്ളവനായിരിക്കും. മൂന്നാമതായി ദൈവത്തിന് പ്രയോജനമുള്ളവനാകണമെങ്കിൽ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഒരു മനുഷ്യൻ ദൈവത്തിന് പ്രയോജനമുള്ളവനായി തീരണമെങ്കിൽ അവൻ്റെ തലമുറയെ വളർത്തേണ്ടതുപോലെ വളർത്തണം. അതൊരു വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ദൈവം യഹൂദ ജാതിയെ പഠിപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ് ആ കാലത്ത്. എൻ്റെ മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തണം. അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നിന്നെ അടിമവീടായ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. ഇവിടെ എല്ലാം പറയുന്നത് പ്രയോജനപ്പെടണമെങ്കിൽ ഒന്നും എൻ്റെ കഴിവുകൊണ്ടല്ല, ആ ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കണം. അതിൻ്റെ 20-21 വാക്യത്തിലേക്ക് വായിച്ചാൽ നമുക്ക് തോന്നും, എൻ്റെ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ എൻ്റെ ചാർച്ചക്കാർക്ക് അവർക്കൊന്നും ഇല്ലാത്തതായ ഭക്തി എനിക്കുണ്ടോ? അവരെക്കാളെല്ലാം ഞാൻ ശ്രേഷ്ഠനാണോ? നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 20-21 വാക്യം. നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിന്റെ മകനോട് പറയേണ്ടത് എന്തെന്നാൽ, ഞങ്ങൾ മിസ്രയീമിൽ ഫർവോൻ അടിമകളായിരുന്നു, എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. നാളെ മക്കൾ ചോദിക്കും, അപ്പം നമുക്കെന്തിനാ ഇത്ര വലിയ ഭക്തി? നമ്മുടെ ചാർച്ചക്കാർക്കില്ലല്ലോ, അയൽക്കാർക്കില്ലല്ലോ, അവർക്കൊന്നുമില്ലാത്ത ഭക്തി നമുക്കെന്തിനാണെന്ന് നിന്റെ മക്കൾ ചോദിച്ചാൽ ആ മക്കളുടെ വശത്തേക്ക് ചേരുകയില്ല. ആ മക്കളോട് പറയണം, മോനെ, ഈ അപ്പന് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഈ അമ്മയ്ക്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഈ കുടുംബത്തിന് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാം കൃപയാണ്, എല്ലാം ദൈവം തന്ന ദാനമാണ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ദാഹമുള്ളവനായ യേശു, ദാഹിച്ചു മരിച്ചവനായ ഒരു രക്ഷകനാണ് നമുക്കുള്ളത്. നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു എങ്ങനെയാണ് മരിച്ചത് നമുക്കറിയാം. അവൻ കാൽവരിയിൽ മരിക്കുമ്പോൾ അവൻ ദാഹമുള്ളവനായിരുന്നു, അവൻ ദാഹിച്ചാണ് മരിച്ചത്. ആ ക്രൂശിൽ കിടന്നതിനുള്ളതായ ശബ്ദത്തിലെ
ഒരു വാക്ക് നമുക്കറിയാമല്ലോ, എനിക്ക് ദാഹിക്കുന്നുവെന്ന്. ദാഹത്തോടെ മരിച്ച ഒരു രക്ഷകനാണ് നമുക്കുള്ളത്. ദാഹമുള്ള ഒരു രക്ഷിതാവാണ് നമുക്കുള്ളത്. അവൻ്റെ ദാഹം തീരുന്നത് ഈ തലമുറയിലാണ്. ഈ തലമുറയിൽ ജീവിക്കുന്ന നമ്മളാണ് അവൻ്റെ ദാഹം മാറ്റിക്കൊടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കാം. ആദ്യം നടക്കേണ്ടത് എൻ്റെ ആഗ്രഹമാണോ, എന്നെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ആഗ്രഹമാണോ? ഒരു നിമിഷം നിങ്ങളോ ചിന്തിക്കൂ. ഒന്നാമത് നടക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹമാണോ, അതോ ഒന്നാമത് നടക്കേണ്ടത് എന്നെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ആഗ്രഹമാണോ? വ്യക്തമായ ഉത്തരം കണ്ടെത്തണം സഹോദരന്മാരെ, സഹോദരിമാരെ. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണോ ആദ്യം നടക്കേണ്ടത്, എൻ്റെ ഇഷ്ടമാണോ ആദ്യം നടക്കേണ്ടത്? നമുക്ക് തീരുമാനിക്കാം. അല്ല കർത്താവേ, നീ ദാഹത്തോടെ മരിച്ചവനാണ്, നിന്റെ ദാഹം തീർക്കാൻ ഞാൻ വരുന്നു കർത്താവേ. എൻ്റെ ഇഷ്ടമല്ല ആദ്യം നടക്കേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ആദ്യം നടക്കേണ്ടത്. അവൻ്റെ ഇഷ്ടപ്രകാരം ഞാനൊരു വിശുദ്ധനാകണം. അവൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ക്ഷമിക്കുന്നവനാകണം. അവൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ സഹിക്കുന്നവനാകണം. അവൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ എന്നെ തന്നെ ജീവനുള്ള ദൈവത്തിന് സമർപ്പിക്കുന്നവനാകണം. കരുണയുള്ള നാഥ, കാൽവരി ക്രൂശിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ തലകളെ ഞങ്ങൾ വണക്കുന്നു. പ്രയോജനമുള്ളവനായി ജീവിക്കാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിയണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ.